ടീം UDF ആടിയുലഞ്ഞു തുടങ്ങി. ഇനി അങ്ങോട്ട് വിഴുപ്പലക്കലിൻ്റെ നാളുകളായിരിക്കും. തണ്ണി ജോസഫിന് സ്വന്തമായി ഗ്രൂപ്പില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല. അതേസമയം KC വേണുഗോപാലും BD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഗ്രൂപ്പ് മാനേജർമാരായി നിൽക്കുന്നു. അവരുടെ നോമിനികളെ ഇഷ്ടം പോലെ കുത്തിക്കയറ്റുന്നു. ഇനി അങ്ങോട്ട് ബോർഡുകളുടെ വിഭജനമാണ്. അതും കൂടി വരുമ്പോൾ KC വേണുഗോപാൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കും കേരളത്തിലെ കോൺഗ്രസിൽ. KC വേണുഗോപാലിൻ്റെ നോമിനികൾക്കായിരിക്കും ബോർഡുകൾ നൽകുക എന്നത്, കൂടുതൽ ബോർഡുകളും നൽകുക എന്നത് ഉറപ്പാണ്. എന്തായാലും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും പണ്ടത്തെ പോലെ കോൺഗ്രസ് തമ്മിലടിക്കില്ലെന്നും ഒക്കെ വാക്കു പറഞ്ഞ സതീശന് മുന്നിൽ സണ്ണി ജോസഫിൻ്റെ പരിഭവം സണ്ണി ജോസഫിൻ്റെ പരിഭവം കാണേണ്ടി വരുന്നു. സണ്ണി ജോസഫ് വൈകാതെ തന്നെ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. K മുരളീധരനും AP അനിൽകുമാറും വേണ്ടെന്ന് വെച്ച് തങ്ങൾക്ക് ആ വൈദ്യുതി വകുപ്പ് വേണ്ടെന്നാണ് അവർ പറഞ്ഞത്. വേണ്ടെന്ന് വെച്ച വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫിന് നൽകുന്നതിലൂടെ സണ്ണി ജോസഫിനെ അപമാനിച്ചിരിക്കുന്നു KC വേണുഗോപാൽ. ടീം UDFിൽ അടി പൊട്ടി. ടീം UDF ഒറ്റക്കെട്ടായി പോകുമെന്ന് സതീശൻ പറഞ്ഞിരുന്നു. പക്ഷേ സതീശൻ ദുർബലനായ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ. KC വേണുഗോപാൽ പക്ഷക്കാരായ 7 മന്ത്രിമാരുണ്ട് മന്ത്രിസഭയിൽ. KC വേണുഗോപാൽ തന്നെ ഇരട്ടത്താപ്പ് കാണിച്ചു എന്നാണ് KC വേണുഗോപാൽ പക്ഷക്കാരായ മന്ത്രിമാരുടെ ആരോപണം. കട്ടക്കലിപ്പിലായിരിക്കുന്നത് സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫിന് കിട്ടിയത് വെറും വൈദ്യുതിയും പരിസ്ഥിതിയും പരസ്പര ബന്ധമില്ലാത്ത വകുപ്പാണ്. ആ വകുപ്പ് കൊടുത്ത് സണ്ണി ജോസഫിനെ KC വേണുഗോപാൽ ഒതുക്കി. പകരം തൻ്റെ വിശ്വസ്തനായ AP അനിൽകുമാറിന് റവന്യൂവും ഭൂപരിഷ്കരണവും നൽകി. അനിൽകുമാർ വേണ്ടെന്ന് വെച്ച K മുരളീധരൻ വേണ്ടെന്ന് വെച്ച വൈദ്യുതി സണ്ണി ജോസഫിൻ്റെ തലയിലാവുകയും ചെയ്തു. KPCC അധ്യക്ഷനും മുതിർന്ന നേതാവുമായ തന്നെ ഒതുക്കിയതിൽ സണ്ണി ജോസഫിന് അമർഷമുണ്ട്. KC വേണുഗോപാൽ നേരിട്ട് ഇടപെട്ടാണ് തൻ്റെ വിശ്വസ്തനായ അനിൽകുമാറിന് റവന്യൂവും ഭൂപരിഷ്കരണവും നൽകിയത്. സണ്ണി ജോസഫ് KC വേണുഗോപാലിൻ്റെ നോമിനിയാണ്. സണ്ണി ജോസഫ് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞ് ഒപ്പിട്ട MLA-മാരിൽ ഒരാളാണ്. ആ നന്ദി സണ്ണി ജോസഫിനോട് കാണിച്ചില്ല. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ അനിൽകുമാറിനേക്കാൾ സീനിയോറിറ്റിയുമുണ്ട് സണ്ണി ജോസഫിന്. പക്ഷേ സണ്ണി ജോസഫിനെ വകുപ്പുകൾ വിഭജിച്ചപ്പോൾ ഒതുക്കിക്കളഞ്ഞു KC വേണുഗോപാൽ. അതിൽ സണ്ണി ജോസഫിന് വലിയ അമർഷമുണ്ട്. ആ അമർഷം വരും കാലത്ത് പൊട്ടിത്തെറിയിലേക്ക് പോകാം. എന്തായാലും സതീശനെ റിമോട്ട് കൺട്രോളാക്കി. സതീശൻ ഭരിക്കുന്നെങ്കിലും റിമോട്ട് കൺട്രോൾ KC വേണുഗോപാലിൻ്റെ കയ്യിലാണ്. അദ്ദേഹം പറഞ്ഞ എല്ലാവരെയും മന്ത്രിയാക്കേണ്ടി വന്നപ്പോൾ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മൻ അതിനോട് വൈകാരികപരമായി ഒന്നും പ്രതികരിച്ചില്ലെങ്കിലും ചാണ്ടി ഉമ്മൻ്റെ അനുയായികൾക്ക്, ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് അതൃപ്തിയുണ്ട്. വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫിന് നൽകിയപ്പോൾ K മുരളീധരനൊക്കെ വലിയ ഉയർന്ന വകുപ്പുകളാണ് നൽകിയത്. AP അനിൽകുമാർ റവന്യൂ ഭൂപരിഷ്കരണം എന്നീ 2 സുപ്രധാന വകുപ്പുകൾ ഭരിക്കുമ്പോൾ AP അനിൽകുമാറിനേക്കാൾ സീനിയറും കോൺഗ്രസിൻ്റെ അധ്യക്ഷനുമായ സണ്ണി ജോസഫിന് വൈദ്യുതിയും പരിസ്ഥിതിയും നൽകിയത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു. വൈദ്യുതിയും പരിസ്ഥിതിയും പൊരുത്തമില്ലാത്ത വകുപ്പുകളാണ്. സണ്ണി ജോസഫ് അതുകൊണ്ട് തന്നെ
കെ സി വേണുഗോപാലിനോട് അകൽച്ച പാലിച്ച് തുടങ്ങി. സതീശനോട് സണ്ണി ജോസഫ് വരും കാലത്ത് അടുത്തേക്ക്. സതീശൻ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നത് പോലെ പല പല വാഗ്ദാനങ്ങളും നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ്. ആശാവർ കേസിനെ പറ്റിച്ചെങ്കിലും KSRTCയിലെ സൗജന്യ യാത്ര, വനിതകൾക്കുള്ള സൗജന്യ യാത്ര അടുത്ത മാസം 15 നടപ്പാകും എന്നാണ് സതീശൻ പറയുന്നത്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കാൻ സതീശന് എത്ര കാലം വേണ്ടിവരുമെന്ന് കണ്ടറിയണം. എന്തായാലും പുത്തരച്ചി പുരപ്പുറം തൂക്കുന്നത് പോലെ സതീശൻ മുന്നോട്ട് പോകുന്നു. പക്ഷേ ടീം UDF ആടിയുലഞ്ഞു തുടങ്ങി.